പ്രതിഷേധങ്ങൾക്കും കാത്തിരിപ്പിനുമൊടുവിൽ സീനിയർ നഴ്സിംഗ് ഓഫീസർ PB അനിത കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ജോലിയിൽ പ്രവേശിച്ചു. ജോലിയിൽ പ്രവേശിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും നിയമന ഉത്തരവ് വൈകിയതിൽ അതൃപ്തിയുണ്ടെന്നും അനിത വ്യക്തമാക്കി. ദിവസങ്ങൾ നീണ്ട നിരാഹാര സമരം, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ ഇടപെടൽ, ഒടുവിൽ സംസ്ഥാന സർക്കാരിന് മുട്ടുമടക്കേണ്ടി വന്നു. ജോലിയിൽ തിരികെ പ്രവേശിക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് PB അനിത മാധ്യമങ്ങളോട് പറഞ്ഞു. നിയമന ഉത്തരവ് വൈകിയതിൽ അതൃപ്തിയുണ്ടെന്നും കോടതി അലക്ഷ്യ ഹർജിയുമായി മുന്നോട്ടു പോകുമെന്നും അവർ വ്യക്തമാക്കി. സർക്കാരിന്റെ ഈ നിലപാടോട് എനിക്ക് ബഹുമാനവും സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ എൻ്റെ റിവ്യൂ പോകുന്നതിൽ എനിക്ക് കുറച്ച് വിഷമമുണ്ട്. സർക്കാരിൽ നിന്ന് എനിക്ക് നീതി കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നമ്മുടെ ഹൈക്കോടതി ഉത്തരവിട്ടതാണല്ലോ. ഹൈക്കോടതിയുടെ വിധി എന്തായാലും പൂർണ്ണമായും സർക്കാരും അതിനോട് അനുകൂലിച്ചു എന്നുള്ളതാണ് ഇന്നലെ എനിക്ക് വന്ന ഓർഡറിൽ നിന്ന് എനിക്ക് മനസ്സിലാവാൻ സാധിക്കുന്നത്. ഞാൻ എൻ്റെ കർത്തവ്യം മാത്രമാണ് ചെയ്തത് ഇതുവരെ. അതിലെനിക്ക് നീതിപൂർവമായ ഒരു ഇത് ഹൈക്കോടതിയിൽ നിന്ന് കിട്ടി. അത് സർക്കാരിൽ നിന്നും ഇനിയും ഉണ്ടാവുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ICU പീഡന കേസിൽ അതിജീവിതയ്ക്കൊപ്പം നിന്നതിനാണ് ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് PB അനിതയെ സ്ഥലം മാറ്റിയത്. പ്രതികാര നടപടിക്കെതിരെ കോടതിയെ സമീപിച്ച് അനുകൂല വിധി ലഭിച്ചിട്ടും പുനർനിയമനം സർക്കാർ വൈകിപ്പിക്കുകയായിരുന്നു. അനിതയ്ക്കൊപ്പം അതിജീവിതയും മെഡിക്കൽ കോളേജിൽ എത്തിയിരുന്നു. നീതി ലഭിച്ചതിൽ സന്തോഷമെന്ന് അതിജീവിത പ്രതികരിച്ചു. വളരെയധികം സന്തോഷമുണ്ട്. അവരുടെ വിജയത്തിൽ ഞാൻ പങ്കുചേരുന്നു. അതുപോലെ തന്നെ എനിക്ക് ഒപ്പം നിന്നതല്ല, അവരുടെ ഡ്യൂട്ടിയാണ് ചെയ്തത്. അതിപ്പോൾ എനിക്ക് പകരം വേറെ ഏതൊരാളാണെങ്കിലും അവരുടെ ഡ്യൂട്ടി ചെയ്യും. അതിലൊരു വീഴ്ച വരുത്തുന്ന ആളല്ല. അപ്പം അത് നമുക്ക് തെളിയിച്ചു തന്നതാണ് ഇപ്പോൾ ഈ വിജയം. സംസ്ഥാന സർക്കാർ തുടരുന്ന പ്രതികാര നടപടിക്കെതിരെ വലിയ പിന്തുണയാണ് PB അനിതയ്ക്ക് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ സർക്കാരിന്റെ കുറ്റസമ്മതമായിട്ട് തന്നെയാണ് പുനർനിയമനം വിലയിരുത്തപ്പെടുന്നത്. ജനം, കോഴിക്കോട്.